അബ്ദുൽ അസീസ് സാഹിബിൻ്റെ ചോദ്യം താൽക്കാലികമായി ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അടുത്ത ചോദ്യകർത്താവിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നമ്മുടെ KM റഷീദ് ഓതി വെച്ച ഒരായത്തുണ്ട്. അതിലൂടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാര്യവുമുണ്ട്. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ ഏത് വരിയിലാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ അദ്ദേഹം പങ്കുവെച്ചത്, അല്ലെങ്കിൽ ശിർക്ക് കടന്നു വന്നത്? അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ ഏത് സിഫത്താണ് അദ്ദേഹം ഷിർക്കിലേക്ക് കരുതി വെച്ചത് അല്ലെങ്കിൽ എഴുതി വെച്ചത് എന്നാണ് നമ്മൾ ചോദിച്ചത്. പക്ഷേ അതിന് റഷീദ് ഓതിയത് ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന് പറയുന്ന സൂറത്ത് ഫാത്തിറിലെ 14-ാമത്തെ ആയത്താണ്. ജിന്നുകളോടുള്ള ഏത് തട്ടവും അത് ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗാണ് അദ്ദേഹം ഇട്ടത്. അതായത് ദുആ, പ്രാർത്ഥന, അതിനെ സംബന്ധിച്ചിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് കൃത്യമായിക്കൊണ്ട് തന്നെ തഫ്സീറുകൾ കാണാൻ കഴിയും. അപ്പോൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ കഴിയാതെ ഇന്നാ പിടിച്ചോ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു പരിശുദ്ധ ഖുർആനും കൂട്ടിമാട്ടുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു വക്രത പുറത്ത് കാണിക്കുകയും സൂറത്ത് ഫാത്തിറിലെ ഈ ആയത്തിനെ സംബന്ധിച്ച് അതിൻ്റെ തഫ്സീറുകളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് വിവരിച്ച് ഒരുപക്ഷെ റഷീദിൻ്റെ ആ വങ്കത്തരം ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് സലഫിയോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ അഡ്മിൻ സൂറത്ത് ഫാത്തിറിലെ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വിശദീകരണം വായിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പല ആൾക്കാരും ഈ വിഷയത്തിൽ ഉദ്ധരിക്കാറുള്ള ഒരു ആയത്തും അതിൻ്റെ തഫ്സീർ അടക്കം, തഫ്സീർ എന്ന് പറഞ്ഞാൽ ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ എന്നാണ് പലപ്പോഴും വായിക്കാറുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ അത് ഉള്ളത് എന്ന് ഞാൻ വായിക്കാം. ഇൻ തദഊഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ. ഹും എന്ന് പറഞ്ഞാൽ ആരാണ്? ആ പിന്നീട് വരേണ്ട ആരൊക്കെയാണ്? ലാ യസ്മഊ, അവർ കേൾക്കില്ല. ദുആക്കും, നിങ്ങളുടെ പ്രാർത്ഥന. നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല. വലൗ സമീഉ, ഇനി അവർ കേൾക്കുന്നു അല്ലെങ്കിൽ കേട്ടു എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ തന്നെ മസ്തജാബൂ ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യില്ല. വയൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. ഫലാ യുനബ്ബിഉക മിത്ലു ഖബീർ, അഗാധജ്ഞനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തരും പോലെ നിനക്ക് പറഞ്ഞു തരാൻ വേറെ ആരുമില്ല കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള തഫ്സീർ പറയാണ്. ഖൗലുഹു തആല, അള്ളാഹുവിൻ്റെ വാക്ക്, ഇൻ തദഊഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻ തസ്തഗീസു ബിഹിം, നിങ്ങൾ അവരെ കൊണ്ട് അവരോട് ഇസ്തിഗാസ നടത്തിയാൽ, സഹായ തേട്ടം നടത്തിയാൽ, ഫിന്നവായിബി, ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത്, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല. അതായത് ദുആ സമം ഇസ്തിഗാസ, ഇസ്തിഗാസ സമം ദുആ ആകുന്ന കാര്യം. ഒരു സഹായാർത്ഥന എന്ന് പറഞ്ഞാൽ അതിനാണല്ലോ എന്താകുന്നത്? പ്രാർത്ഥനയാകുന്നു. അള്ളാഹുവേ എനിക്കൊരു സന്തതിയെ തരണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നമ്മൾ സഹായം തേടലാണ്. അത് തന്നെ എന്തുവാണ്? പ്രാർത്ഥനയാണ്. അതേ കാര്യം മൊയ്തീൻ ഷെയ്ഖേ എൻ്റെ പാപം പൊറുക്കണേ എന്ന് പറഞ്ഞാൽ മൊയ്തീൻ ഷെയ്ഖിനോടുള്ള സഹായത്തേട്ടമാണ്. അത് തന്നെ എന്തുവാണ്? പ്രാർത്ഥനയാണ്. അപ്പൊ പ്രാർത്ഥന പ്ലസ് അല്ലെങ്കിൽ പ്രാർത്ഥന കം സഹായാർത്ഥന എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അതായത് പ്രാർത്ഥനയാകുന്ന സഹായാർത്ഥന. കാരണം എന്താ? ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലിഅന്നഹാ ജമാദാത്തുൻ ലാ തുബ്സിർ വലാ തസ്മഅ, അത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ എന്താണ്? ജമാദാത്തുകളാണ്, നിർജീവ വസ്തുക്കളാണ്, വിഗ്രഹങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല, നിങ്ങൾ അവർ കാണുകയും ചെയ്യൂല. ഇനി വലൗ സമീഉ മസ്തജാബൂലക്കും, അവർ കേട്ടു എന്ന് തന്നെ സങ്കല്പിക്കുക. എന്നാൽ തന്നെ മസ്തജാബൂലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുക. ഇത് ലൈസ കുല്ലു സാമീൻ നാത്തികൻ, കേൾക്കുന്നവരൊക്കെ സംസാരിച്ചോളൊന്നുമില്ലല്ലോ. അതാണ് ഒന്നാമത്തെ തഫ്സീർ. അതായത് വിഗ്രഹങ്ങളോട് പ്രാർത്ഥന നടത്തുന്നവരായ ആളുകൾ ആ പ്രാർത്ഥനയ്ക്ക് ഫലമില്ല എന്നതാണ് ആയത്തിന്റെ അർത്ഥം എന്നാണ് ഇമാം ഖുർത്തുബി പറയുന്നത്. വഖാല ഖത്താദ, ഇനി ഇമാം ഖത്താദയെ ഉദ്ധരിച്ചുകൊണ്ട് വേറെ തഫ്സീർ. അൽ മഅന ലൗ സമീഉ ലം യൻഫഊകുന്ന, അതായത് വൽ മഅന ലൗ സമീഉ എന്ന് പറഞ്ഞില്ലേ, അവർ കേൾക്കുകയാണെങ്കിൽ അവർ ഉത്തരം ചെയ്യൂല എന്ന് പറഞ്ഞാൽ ലൻ യൻഫഊകും, നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യൂല. ഇനി അവർ കേട്ടാൽ തന്നെ ഒരു ഉപകാരം ചെയ്യൂല. ഇനി വക്കീല, അങ്ങനെ പറയപ്പെടുന്നുണ്ട്. അടുത്ത തഫ്സീർ ഖീലയാണ്. ലൗ ജഅൽനാ ലഹും ഉഖൂലൻ വഹയാത്തൻ, ഈ പറയപ്പെടുന്ന വിഗ്രഹങ്ങൾക്ക് നാം ലൗ ജഅൽനാ ലഹും ഉഖൂലൻ, ബുദ്ധിയും വഹയാത്തൻ, ജീവിതവും കൊടുക്കുക. എന്നിട്ട് ഫസമിഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയും ചെയ്താൽ ലകാനു അത്വാലില്ലാഹി മിൻകും, നിങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹ്ക്ക് വഴിപ്പെടുന്നവരായി തീരും അവർ. ഫലമസ്തജാബൂ ലക്കും അലൽ കുഫർ വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. പിന്നെ പറയുന്നത് എന്താ? ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്ക്, പ്രാർത്ഥനയാകുന്ന ശിർക്കിനെ അവർ നിഷേധിച്ച് തള്ളും. എന്ന് വെച്ചാൽ യജ്ഹദൂന അന്നക്കും അബത്തുമൂഹും, നിങ്ങൾ അവരെ ആരാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തെ അവർ തള്ളിപ്പറയും എന്നർത്ഥം. വയതബറഊന മിൻകും, നിങ്ങളിൽ നിന്നവർ മോചനം നേടുകയും ചെയ്യും. നിങ്ങളും അവരും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചവരായ ആളുകൾ നിങ്ങളോട് പറയും. പിന്നത്തെ തഫ്സീർ എന്താ? സുമ്മ യജൂസു അൻ യർജിഅ ഹാദാ ഇൽ മഅബൂദീന മിമ്മാ യഖിൽ. പിന്നെ ഈ പറഞ്ഞ വിഗ്രഹങ്ങൾ മാത്രമല്ല, വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുക എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമല്ല, ഇത് പിന്നെ എന്തും കൂടിയാണ്. യജൂസ് അൻ യർജിഅ ഹാദാ ഇലൽ മഅബൂദീന മിമ്മാ യഖിൽ, ബുദ്ധിയുള്ളവരായ
ആരാധ്യന്മാരുണ്ടല്ലോ, മനുഷ്യനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിയുള്ളവരായ ആളുകൾ ആർക്കാണെങ്കിൽ മലായിക്കത്തി വൽ ജിന്നി, ജിന്നിനെ ആരാധിക്കുന്നവരുണ്ട്, മലക്കിനെ ആരാധിക്കുന്നവരുണ്ട്, മലക്കിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, വൽ അംബിയായി വർഷയാത്തീനി, ശൈത്താന്മാരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കപ്പെടുന്നവരൊക്കെ അവരും എന്ത് ചെയ്യും? യജ്ഹദൂന അൻ യകൂന മാ ഫഅൽതുമൂഹു ഹഖൻ, നിങ്ങൾ ചെയ്ത ഈ പണി ഹക്കാകുന്നു എന്ന കാര്യം അവരെന്ത് ചെയ്യൂ? നിഷേധിക്കും. യജ്ഹദൂന അൻ യകൂന മാ ഫഅൽതുമൂഹു ഹഖൻ, നിങ്ങൾ ചെയ്ത പ്രവൃത്തി ഹക്കാവുക എന്ന കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? അവർ നിഷേധിച്ച് പറയുന്നു എന്നർത്ഥം. നിങ്ങൾ ചെയ്തതിനെ അവർ തള്ളിപ്പറയുന്ന അർത്ഥം. വഅന്നഹും അമറൂക്കും ബി ഇബാദത്തിഹിം, അവരെ ആരാധിക്കാൻ അവർ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തെ എന്ത് ചെയ്യും? ഈ ആരാധ്യന്മാരൊക്കെ നിഷേധിക്കും. കമാ അഖ്ബറ അൻ ഈസാ നബിയെ പറ്റി അല്ലാഹു തആല പറഞ്ഞല്ലോ, ബി ഖൗലിഹി മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖിൻ, എനിക്ക് അവകാശമില്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെയാണ് അല്ലാഹുവേ പറയുക എന്ന് ഈസാ നബി പറഞ്ഞല്ലോ. പരലോകത്ത് വെച്ച് പറയുന്ന സന്ദർഭം ഉണ്ടല്ലോ. അതേപോലെ തന്നെ എന്താണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈസാ നബിനോട് പ്രാർത്ഥിച്ചവരായ ആളുകളൊക്കെ ഈസാ നബി തള്ളി പറയും. വയജൂസു അൻ യൻദരിജ ഫീഹിൽ അസ്നാമു അയ്ളൻ, ഇപ്പറഞ്ഞ കാര്യത്തിൽ ആരും എന്തും കൂടി പെടും? വിഗ്രഹങ്ങളും പെടും. യുഹീഹല്ലാഹു, അല്ലാഹു ആ വിഗ്രഹങ്ങൾക്ക് ജീവൻ കൊടുക്കും അവിടെ വെച്ചിട്ട്. ഹത്താ തുഖ്ബിറ അന്നഹാ ലൈസത്ത് അഹ്ലൻ ലിൽ ഇബാദ, അവരൊന്നും ആരാധനക്ക് അർഹതയുള്ളവരായിരുന്നില്ല എന്ന് അവർ അവിടെ വെച്ചിട്ട് പറയും. ആ വിഗ്രഹങ്ങളെ ദുനിയാവിൽ മനുഷ്യൻ ആരാധിച്ച വിഗ്രഹങ്ങളൊക്കെ പറയും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീരിൻ ഹുവല്ലാഹു ജല്ല വല, അല്ലാഹുവിനെ പോലെ, അതായത് എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനായ അല്ലാഹുവിനെ പോലെ നിനക്കൊന്നും പറഞ്ഞുതരാൻ വേറെ ആരുമില്ല. ലാ അഹദുൻ അഖ്ബറ ബി ഖൽഖില്ലാഹി മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ ഹൽക്കിനെ കുറിച്ച് നിന്നോട് പറഞ്ഞുതരാൻ വേറെ ആരുമില്ല. വലാ യുനബ്ബിഉക മിസ്ലഹു ഫി അംരിഹി. അപ്പോൾ ഇതിലിപ്പോൾ എന്താണുള്ളത്? അള്ളാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല, ആരെയും ആരാധിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ പ്രാർത്ഥിച്ചാൽ അത് ഗുണരഹിതമായ, യാതൊരു ഫായിദയില്ലാത്ത, ഗുണമില്ലാത്ത കാര്യമാവും. പരലോകത്ത് വെച്ച് ആരോട് പ്രാർത്ഥിച്ചാലും ശരി, അവരൊക്കെ പ്രാർത്ഥിച്ചവരെ നിഷേധിക്കുകയും തള്ളുകയും ചെയ്യും. ഞങ്ങളോട് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഇവർ ഞങ്ങളെ കൽപ്പന കൊണ്ടല്ല ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് തള്ളിപ്പറയുന്ന ഒരവസ്ഥ പരലോകത്ത് വരും. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്തവരോട് ആരോടും ദുആ ചെയ്യാൻ പാടില്ല എന്ന ആശയമാണ് ഇതിലുള്ളത്. ഇതിലെന്താപ്പോ നമ്മളെ വിഷയമായിട്ട് എന്താ ഇതിന് ബന്ധം? അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ജിന്നുകളോടോ മലക്കുകളോടോ മരിച്ചവരോടോ ജീവിച്ചിരിക്കുന്നവരോടോ പ്രാർത്ഥിക്കാൻ നമുക്ക് അഭിപ്രായമുണ്ടോ? ഇവിടെ ആരെങ്കിലും പറയുന്നുണ്ടോ? ഈ ദുനിയാവിൽ ഏതെങ്കിലും അള്ളാഹുവിന്റെ സൃഷ്ടികൾപ്പെട്ട ആരോടെങ്കിലും പ്രാർത്ഥിക്കാമെന്നോ ആരെയെങ്കിലും ആരാധിക്കാമെന്നോ ഒരാശയം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിനത് പറയണത്? ഇവരിങ്ങനെ പറയാ ഇന്തദൂഹും ലാ യസ്മഉ ദുആഅക്കും എന്ന് പറയുമ്പോൾ വേറെ ആരോ അങ്ങനെ അള്ളാഹു അല്ലാത്തവരോടൊക്കെ പ്രാർത്ഥിച്ച് നടക്കുന്നുണ്ട്, മലക്കിനോടും ജിന്നിനോടും ഒക്കെ പ്രാർത്ഥിച്ച് നടക്കുന്നുണ്ട് എന്ന ഒരു ധ്വനി സൃഷ്ടിക്കുന്ന താനിച്ച ഇബ്ലീസിന്റെ പണിയാണ് ഇവർ ചെയ്യുന്നത്. ഞാൻ പ്രാർത്ഥിക്കണം അള്ളാഹുവേ, അർഹമർറാഹിമനായ അള്ളാഹുവേ, മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവേ, ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ ചെയ്യുന്നതും എന്തെന്ന് നിനക്ക് നന്നായി അറിയാമല്ലോ അള്ളാഹുവേ. ഈ ബുഹ്താൻ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരായ ആളുകൾക്ക് തെറ്റിദ്ധാരണയുടെ പേരിലാണ് റബ്ബേ അവരത് പറയുന്നതെങ്കിൽ നീ അവർക്ക് പൊറുക്കണമേ അല്ലാ. ഇനി അവരെ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കണേ അല്ലാ, അവർക്ക് നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ അല്ലാ. ഇനി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കടുത്ത അക്രമത്തിന്റെ പേരിലാണെങ്കിൽ, വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പക്ഷപാതിത്വത്തിന്റെയും പേരിൽ യാതൊരു അർത്ഥവുമില്ലാത്ത പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ, ക്രൂരതയുടെ പേരിലാണ് ചെയ്യുന്നതെങ്കിൽ, റബ്ബേ ഇവർക്ക് മതിയായ പ്രതിഫലം നീ ദുനിയാവിൽ നൽകണമേ അല്ലാ. അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ല അദ്ദേഹം ആ ലേഖനം എഴുതിയത് ജിന്നിനോട് മലക്കിനോടൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും, അത് ശിർക്കാവുകയില്ല എന്ന് തെളിയിക്കാനും അത് നടപ്പാക്കാനും വേണ്ടിയാണ് എന്നുള്ള കടുത്ത തെറ്റിദ്ധാരണ, കടുത്ത തോതിലുള്ള ദുരാരോപണം ഉന്നയിക്കുകയും എന്നിട്ട് ഇത്തരം ആയത്തുകളൊക്കെ ഓതിയിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നവരായ ആളുകൾ പരലോകം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടോ നിങ്ങൾ മനസ്സിലാക്കിക്കുക. പരലോകം എന്നൊരു സംഗതി ഉണ്ട്, സ്വർഗവും നരകവും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അതേ ദുനിയാവിൽ വയലിൽ പറഞ്ഞ് കൂലി വാങ്ങാനുള്ളതല്ല. പല മൂല്യമാർക്കും പല മൗലവിമാർക്കും അതാണ്. പരലോകം പറഞ്ഞ് പേടിപ്പിക്കുക, നരകം പറഞ്ഞ് പേടിപ്പിക്കുക, എന്നിട്ട് കായ് വാങ്ങുക. കായ് വാങ്ങാനുള്ള ഏർപ്പാട് മാത്രമല്ലാതെ, മനസ്സിലായോ? അത് ജീവിതത്തിൽ വരാനുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളൊരു വിചാരം ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. അതില്ലവർക്ക്, അതില്ല. അങ്ങനെ ബേജാറുണ്ടെങ്കിൽ ഒരിക്കലും ഇമാരി ബുഹ്താനുകൾ പറഞ്ഞ് വിചരിപ്പിക്കുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടാകൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ജബ്ബാർ മൗലവി തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി എഴുതിയ ലേഖനാണത്. മലക്കിനോടും ജിന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല, പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടിയല്ല, ഒന്നുമല്ല. പിന്നെന്താണ് ഒരു പ്രാർത്ഥന, ഒരു അർത്ഥന പ്രാർത്ഥനയാകുന്നത് എപ്പോൾ, പ്രാർത്ഥനയാകാത്തത് എപ്പോൾ, അത് പറയലാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതിനപ്പുറത്തൊന്നുമില്ല. പ്രാർത്ഥിക്കുക എന്നാൽ ജീവിച്ചിരിക്കുന്നവനോ മരിച്ചവനോ വ്യത്യാസമല്ല. ആരോട് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന തന്നെയാണ്. ജിന്നിനോട് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയാണ്. അത് വിവേചിക്കുന്ന മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സംഗതി പ്രാർത്ഥനയാകുന്നത് മാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അള്ളാഹിൻ്റെ സൃഷ്ടികളോട് ചോദിക്കലാണ്. അപ്പം എന്തായി? അത് പ്രാർത്ഥനയായി. അത് ജിന്നിനോട് ചോദിച്ചാൽ ജിന്നിനെ ആരാധിക്കലായി, മലക്കിനോട് ചോദിച്ചാൽ മലക്കിനെ ആരാധിക്കലായി.
മനുഷ്യനോട് ചോദിച്ചാൽ മനുഷ്യനെ പ്രാർത്ഥിക്കലായി, ജീവിച്ചിരിക്കുന്നവനോടാണെങ്കിൽ അത് പ്രാർത്ഥനയായി, മരിച്ചവനോടാണെങ്കിൽ അതും പ്രാർത്ഥനയായി, കല്ലിനോടാണെങ്കിൽ അതും പ്രാർത്ഥനയായി. ഇതിന് ജീവൻ മരണ സ്ഥലകാല വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രാർത്ഥനയാകാൻ അങ്ങനെ വ്യത്യാസമല്ല. ഒരാൾ മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന ഒരു പെണ്ണ്, മനുഷ്യന്മാർ ആൾദൈവമായി കൊണ്ട് നടക്കുന്ന ഒരു പെണ്ണാണ്. ആ പെണ്ണിൻ്റെ മുമ്പിൽ പോയി ഒരു ഗ്ലാസ് ചായ തരുമോ എന്ന് ചോദിച്ചാൽ അതെന്തല്ല? പ്രാർത്ഥനയല്ല. അത് പ്രാർത്ഥനയല്ല. സാധാരണഗതിക്കാണ് പറയുന്നതെങ്കിൽ പ്രാർത്ഥനയല്ല. എന്നാൽ അമ്മേ എന്നും അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാലോ അത് കൺമുമ്പിലുള്ള ഒരമ്മയോട് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്, ആരാധനയാണ്, മുശ്രിക്കായി പോകുന്ന കാര്യമാണ്. അല്ലാത്തതോ അത് വസീലത്ത് ശിർക്കാവും. ഇങ്ങനെയുള്ള ആൾദൈവങ്ങളെടുത്ത് പോയി ചായയും ചോറും ചോദിച്ചാൽ തന്നെ എന്താണ്? അത് വസീലത്ത് ശിർക്കാവുകയും ചെയ്യും എന്നൊക്കെയാണ് അതിനെപ്പറ്റി നമുക്ക് പറയാനുണ്ട്. അത് ആളെ നോക്കിയിട്ടല്ല, ഒരാളുടെ വിശ്വാസം എന്താണ്, അയാളുടെ മനോഭാവം എന്താണ്, അയാൾ എന്ത് അർത്ഥത്തിലാണ് വിളിക്കുകയും ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത്, അഭൗതികമായ പരിഗണനയാണോ ഉള്ളത്, കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായ നിലയിൽ സഹായിക്കുവാനും സംരക്ഷിക്കുവാനും ഒക്കെ കഴിയുന്നവരാണ് എന്ന വിചാരത്തിലാണോ ഉള്ളത്? അത് പ്രാർത്ഥന തന്നെ. മലക്കിനോടായാൽ പ്രാർത്ഥന, ജിന്നിനോടായാൽ പ്രാർത്ഥന, മരത്തോടാണെങ്കിൽ പ്രാർത്ഥന, ഇനി അചേതന വസ്തുക്കളാണെങ്കിലും സചേതന വസ്തുക്കളാണെങ്കിലും അതൊക്കെ പ്രാർത്ഥന എന്നല്ലാതെ ഈ സംഗതികളൊന്നും ഇല്ലാതെ ഒരാളോട്, അവനവൻ്റെ സാന്നിധ്യത്തിലുള്ള ഒരാളോട് ഒരു ഒച്ച ഉണ്ടാകുമ്പോൾ ആ ഒച്ചൻ്റെ നേരക്ക് തിരിഞ്ഞിട്ട് വല്ല സഹായം ഉണ്ടോ തരണേ എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രാർത്ഥനയാകൂല. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ഓതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? ഇപ്പറഞ്ഞ സംഗതിയെ ഖണ്ഡിക്കാൻ വിചാരിച്ചാൽ കഴിയില്ല. കാരണം എന്താ അങ്ങനെ ഓതേണ്ടി വരുന്നത്? എന്തുകൊണ്ടാ? അത് പ്രാർത്ഥനയാണ്, ആരാധനയാണ് തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ള ലേഖനം പ്രാർത്ഥനയാണ്, ആരാധനയാണ്, അത് ശിർക്കാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു കുട്ടിക്ക് ഇവിടെ കഴിയുന്നില്ല. റഷീദിന് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ശേഷം വന്ന ചങ്ങായിക്ക് കഴിഞ്ഞിട്ട് ദുനിയാവ് അവസാനിക്കുന്നവരെ ഒരു കുട്ടിക്കും കഴിയില്ല. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ അതിന് വല്ല പരിഹാരം ഉണ്ടെങ്കിൽ ഉണ്ടാക്കുക കേട്ടോ. ഈ വരുന്ന ചങ്ങായിമാരൊക്കെ അതിന് വല്ല പരിഹാരം ഉണ്ടെങ്കിൽ ഉണ്ടാക്കുക. അല്ലാതെ ആയത്ത് ഓതിയിട്ട് ആയത്തിനില്ലാത്ത അർത്ഥവും പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടിട്ട് കാര്യമില്ല. അതൊന്നും ഇവിടെ വിജയിക്കാനായിട്ട് പോകുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.